വീരധീരശൂരൻ. ഫൈനലി എ സോളോ തിയേറ്ററിക്കൽ ഹിറ്റ് ഫോർ അവർ ഡിയർ ചിയാൻ വിക്രം. വിക്രം ഫാൻസ് ഒക്കെ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നൊരു മൊമെന്റ് ആയിരിക്കും. എനിക്കും ഇതിന്റെ ഫസ്റ്റ് ഒരു ടീസർ എനിക്കൊന്നൊരു 1.5 year ബിഫോർ തന്നെ ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ജി വി പ്രകാശിന്റെ കിടിലം BGM ഒക്കെ ആയിട്ട്. അപ്പോഴേ ഈ ഫിലിമിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ചിത്ത മൂവിയുടെ ഡയറക്ടർ SU അരുൺകുമാറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൊമേഴ്ഷ്യൽ ഫിലിം ആയിരുന്നു വിജയ് സേതുപതിന് വെച്ചിട്ടുള്ള ഒരു സേതുപതി എന്ന് പറഞ്ഞിട്ടുള്ള. അത് കഴിഞ്ഞ് ചിത്ത, അത് കഴിഞ്ഞ് ഇതിലേക്ക് വരുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ റിയലിസ്റ്റിക് എന്നാൽ കുറച്ച് ലോക്കൽ ഗ്യാങ്സ്റ്റർ ഒരു മാസ് മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് മൊത്തം നമുക്ക് കുറച്ച് സ്ലോയിൽ പോയി ആ ഒരു വേൾഡ് ബിൽഡപ്പ് ചെയ്യുന്നില്ലെങ്കിൽ കുറെ ബിൽഡ് ചെയ്ത് ഓരോ ക്യാരക്ടേഴ്സ് അതിലേക്ക് വരുന്നതാണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ഫസ്റ്റ് തമിഴ് മൂവിയാണ്. അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ ഈ ഡബിങ്ങിന്റെ കുറച്ച് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ, സുരാജിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ് തമിഴ് ആൾക്ക് തീരെ വശമില്ലാത്തതാണ്. പക്ഷേ ഈ ഫിലിമിന് വേണ്ടിയിട്ട് പുള്ളി തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിലും ആ ക്യാരക്ടർ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തമിഴ് മൂവി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്തായാലും നല്ലൊരു വർക്ക് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസും കിടുവാണ്. എന്തായാലും ഇനി കുറെ തമിഴിൽ കുറെ മൂവീസ് കിട്ടുമെന്ന് വിചാരിക്കാം. SJ സൂര്യ, ബാക്കി ഇതിനുള്ള മുമ്പ് വന്ന അദ്ദേഹത്തിന്റെ ഫിലിമിലൊക്കെ SJ സൂര്യ കുറച്ചുകൂടെ ഭയങ്കര ലൗഡായിട്ടുള്ള പെർഫോമൻസ്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, ഒരു SP ക്യാരക്ടറാണ് അത്. അദ്ദേഹം പെർഫോമൻസ് വൈസ് വിക്രം, SJ, സുരാജ് മൂന്ന് പേരും ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ സുരാജ് ചേട്ടൻ്റെ അച്ഛനായിട്ടുള്ള ക്യാരക്ടർ, നടന്റെ പേര് പൃഥ്വിരാജ് എന്നെങ്ങാനാണ് തോന്നുന്നത് ആക്ടറുടെ പേര്, അദ്ദേഹം നന്നായിട്ടുണ്ട്. പിന്നെ തുഷാര ഇനി രായനിൽ ചെയ്ത ക്യാരക്ടറും വേട്ടയാനിൽ ചെയ്ത ക്യാരക്ടറും അത് ഏകദേശം അതൊക്കെ പോലെയുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ആളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. തേനീശ്വറാണ് ക്യാമറ. ലാസ്റ്റ് തേനീശ്വർ ചെയ്തൊക്കെ കുറച്ചുകൂടെ സ്ലോ, പക്ക കൊമേഴ്ഷ്യൽ പടങ്ങളൊന്നും അല്ല. പക്ഷെ ഇതിൽ ഒരു രാത്രി നടക്കുന്ന സംഭവങ്ങളാണ് അധികവും. നൈറ്റ് ഷോട്ട്സ് തന്നെയാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ ക്യാമറയിൽ നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മെയിൻലി എനിക്ക് വിക്രത്തിന്റെ കമ്പാക്ക് തന്നെയാണ് ഈ പടത്തിന്റെ മെയിൻ എന്ന് പറയാനുള്ളത്. കാരണം ആദ്യം അദ്ദേഹം ഒരു പലചരക്ക് കടക്കാരനായിട്ടാണ് വിക്രത്തിന്റെ റോൾ ഇതിൽ കാണിക്കുന്നുള്ളത്. അപ്പോൾ ആ ക്യാരക്ടറിന് ഒരു റോ ആയിട്ടുള്ള ഒരു ലോക്കൽ തമിഴ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ വിക്രം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അദ്ദേഹം കാണിക്കുന്ന ഇൻട്രോ മുതൽ അത് കഴിഞ്ഞിട്ടൊരു അവരുടെ വീടിൻ്റെ ഒരു ടെറസിലുള്ള സീനൊക്കെ ഉണ്ട്. അതിൽ എനിക്ക് ആ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അത് പെർഫോമൻസ് വൈസ് കാര്യമുള്ള, പക്ഷെ ആ ക്യാരക്ടർ അദ്ദേഹത്തിന്റെ കണ്ണ് കാണിക്കുന്നത്, ബോഡി ലാംഗ്വേജ് കാണിക്കുന്നത്, അതൊക്കെ 1 by 1 ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും ഇത് ധീരസൂരൻ, ഇത് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പടം വിട്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ആയിരിക്കും കുറെ കാര്യങ്ങൾ. ഇതിൽ കുറെ സുരാജേട്ടന്റെ ക്യാരക്ടർ ആണെങ്കിലും വിക്രത്തിന്റെ ഒക്കെ ഇവർ പാസ്റ്റിൽ എന്തായിരുന്നു എന്നുള്ളത് ഫുള്ളായിട്ട് പറയുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും, അതായിരിക്കും ഇതിന്റെ കണക്ഷൻ എന്ന് തോന്നും. അപ്പോൾ അതിന്റെ പ്രീക്വൽ ആയിട്ടുള്ള ഫസ്റ്റ് പാർട്ടിലായിരിക്കും ഇതൊക്കെ കൂടുതലായിട്ട് വരിക. വിക്രം ഫാൻസിനുള്ള കുറെ ഹൈ മൊമെന്റ്സ് അവസാനം ആകുമ്പോഴാണ്. ഫസ്റ്റ് ഇൻട്രോയിൽ വരെ കുറെ സ്ലോയിൽ പോയി, പിന്നെ അവിടുന്ന് കുറച്ച് വിക്രത്തിന്റെയും തുഷാരയുടെയും ലവ് ട്രാക്കിലൂടെ പോയി. അത് കഴിഞ്ഞ് ആണ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് വിക്രത്തിന്റെ കുറച്ച് ആക്ഷൻ സംഭവങ്ങളൊക്കെ വരുന്നത്. അവിടെ ഫാൻസിന് പറ്റിയ വിക്രത്തിന്റെ തന്നെ പഴയ മൂവിയിലെ കുറച്ച്, ഞാൻ സ്പോയിലറായിട്ടൊന്നും പറയുന്നില്ല, കുറച്ച് കണക്ഷനൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഈ ക്യാരക്ടറിന് പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് എനിക്ക് തോന്നി. പക്ഷെ ഫാൻസിന് വേണ്ട ഒരു മൊമെന്റ് ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല കയ്യടിയായിരുന്നു. അപ്പോൾ കുറെ നാളിന് ശേഷം ഒരു വിക്രം പടം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ ഈ പടം മിസ് ചെയ്യരുത്. നമ്മുടെ കേരളത്തിലെ എമ്പുരാന്റെ അതിപ്രസരം കൊണ്ട് എമ്പുരാനായിരുന്നു കംപ്ലീറ്റ് തിയേറ്ററിൽ. അപ്പോൾ ഇതിന് ഷോ കുറവായിരുന്നു മൊത്തത്തിൽ. പക്ഷെ ഇപ്പൊ കുറച്ച് സ്ഥലത്തൊക്കെ ഷോ വന്നിട്ടുണ്ട്. അപ്പൊ ഈദ് ഹോളിഡേയ്സ് വരുമ്പോൾ ബഹ്റിനിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോടുകൂടെ അവർ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ് വീരധീരശൂരൻ. വിക്രം ഫാൻസ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ പടം OTTക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്, തിയേറ്ററിൽ തന്നെ കാണാം. അപ്പോൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയ റിവ്യൂസ് ഒക്കെ ആയിട്ട് വരാം. താങ്ക് യു.